നോമ്പ് ചിന്ത 14-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ ജോസഫ് വലിയ വീട്ടിൽ, കൃപാസനം. നോമ്പ് കാലത്തെ ഫിൽട്ടറിംഗ്. ഇന്ന് പൊതുവെ കേൾക്കുന്ന വാക്കാണ് ഫിൽട്ടറിംഗ്. കുടിവെള്ളം ശുദ്ധീകരിക്കാനും ഫിൽട്ടറിംഗ് എന്ന് പറയും. പല തട്ടിലുള്ള ഫിൽട്ടറിങ്ങിലൂടെയാണ് കുടിവെള്ളം തയ്യാറാകുന്നത്. നോമ്പ് കാലത്തിനുമുണ്ട് ഒരു ഫിൽട്ടറിംഗ്. സഭയിലെ വലിയ നോമ്പിന്റെ ഒരു പാരമ്പര്യം മോശ സീനായി മലമുകളിൽ വിശപ്പും ദാഹവും സഹിച്ച് കൽപ്പനകളുടെ വെളിപാടിനായി ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നതാണ്. ജനങ്ങളിൽ നിന്നും ഭൗതിക വ്യവഹാരങ്ങളിൽ നിന്നും ഉൾവലിഞ്ഞുള്ള കാലം. ആ നോമ്പ് കാലത്തിന് ശേഷം ഇറങ്ങി വന്ന മോശ ഒരു ഫിൽട്ടറിംഗ് നടത്തുന്നതായി കാണാം. കർത്താവിൻ്റെ പക്ഷത്തുള്ളവരെയും കർത്താവിൻ്റെ പക്ഷത്തില്ലാത്തവരെയും തമ്മിലാണ് ഫിൽട്ടറിംഗ്. പുറപ്പാട് 32:26 ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ അടുത്ത് വരട്ടെ. കർത്താവിൻ്റെ പക്ഷത്തില്ലാത്തവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ബൈബിളിൽ വ്യക്തമാണല്ലോ. മോശയുടെ കാലം കഴിഞ്ഞ് ജോഷുവയുടെ കാലത്തും വാഗ്ദാന നാട്ടിലേക്കുള്ള പ്രവേശനത്തിലും ഇതുപോലെയുള്ള ഫിൽട്ടറിംഗ് കാണാം. വാഗ്ദത്ത നാട്ടിലെത്തുമ്പോൾ മോശയുടെ അസാന്നിധ്യം അത്ര കണ്ട് നമുക്ക് തോന്നാത്തതും മോശയുടെ അതേ അഭിഷേകത്തോടെ ദൈവം ജോഷുവയെ ഒരുക്കിയതുകൊണ്ടാണ്. ജോഷുവയുടെ ജീവിതത്തിലും ഒരു ഫിൽട്ടറിംഗ് നടക്കുന്നുണ്ട്. മോശയും ജോഷുവയും സാധാരണ ഒരുമിച്ചാണ് സമാഗമ കൂടാരത്തിൽ പ്രാർത്ഥിക്കുന്നത്. പുറപ്പാട് 33:11 അതിമനോഹരമായ ഒരു വചനമുണ്ട്. മോശയും ജോഷുവയും കൂടാരത്തിൽ കർത്താവിൻ്റെ കൂടെ പ്രാർത്ഥനയിലിരിക്കുന്നു. മോശ പിന്നീട് എഴുന്നേറ്റ് പോകുന്നു. വചനം പറയുന്നത്, മോശ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടും ജോഷുവ അവിടെ തന്നെ ഇരുന്നു. ഇതും ഒരു ഫിൽട്ടറിംഗ് ആണ്. ഈ ജോഷുവയെ ആണ് പിന്നീട് പിൻഗാമിയായി കൈവച്ച് അനുഗ്രഹിക്കാൻ കർത്താവ് മോശയോട് പറയുന്നത്. നോമ്പുകാലത്ത് ദൈവസന്നിധിയിൽ കൂടുതൽ സമയം ചെലവിടേണ്ടതിൻ്റെ ആവശ്യകത ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജോഷുവയും സംഘവും വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഒരു ഫിൽട്ടറിംഗ് കാണാം. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ ജോഷുവ ജനങ്ങളോട് പറയുന്നു: നിങ്ങൾക്കു ദൈവത്തെ വിട്ടുപോകണമെങ്കിൽ പോകാം. നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ ദൈവമാണെന്ന് കരുതി അഭയം പ്രാപിച്ചിരുന്ന ശിലകളെ വീണ്ടും നിങ്ങൾക്ക് അവലംബിക്കാം. പക്ഷേ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ തന്നെ സേവിക്കും. അതൊരു പ്രതിജ്ഞയും നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രഖ്യാപനവുമായിരുന്നു. വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുവാനുള്ള അർഹതയും അതുതന്നെ. കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ അടുത്ത് വരട്ടെ എന്ന് പറയുന്ന മോശയെപ്പോലെയാണ് ജോഷുവയും പറയുന്നത്. നോമ്പുകാലം കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കുവാനുള്ള ആഹ്വാനമാണ്. ദൈവത്തിന് നിരക്കാത്ത വ്യക്തികൾ, ബന്ധങ്ങൾ, പെരുമാറ്റങ്ങൾ, തീരുമാനങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പക്ഷം ചേരുക. കഴിഞ്ഞ ഒരു നോമ്പ് ചിന്തയിൽ ഞാൻ അബോർഷനെക്കുറിച്ച് സംസാരിച്ചതിൽ ഒരു തിരുത്ത് ആവശ്യമുണ്ട്. അബോർഷൻ ആവശ്യമായി വരുന്ന ചില ഘട്ടങ്ങളിൽ വൈദ്യശാസ്ത്രത്തെയാണ് അവലംബിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അതിനകത്ത് വലിയ ഒരു പിഴവുണ്ട്. വൈദ്യശാസ്ത്രത്തെ അവലംബിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായും വൈദ്യശാസ്ത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുവന്റെ ആത്മാവിനെയും ദൈവത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് വളരെ സെക്കുലറായി ഈ വിഷയം കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ സത്യസന്ധനായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് അനുയോജ്യമായ തീരുമാനമെടുക്കുമ്പോൾ അവലംബിക്കേണ്ടത് സഭയുടെ പ്രബോധനങ്ങളാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു.